മാനത്ത് വിസ്മയം കാണാനെന്ന പൂരപ്രേമികൾ നിരാശയോടെയാണ് മടങ്ങിയത്. വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുൻപ് സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് വിലക്കിയത് ഈ വർഷത്തെ പൂരത്തിന്റെ അഴകിനെ തന്നെ ബാധിച്ചു. ഇനി അടുത്ത പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. 2025 മെയ് 6 അടുത്ത വർഷത്തെ തൃശൂർ പൂരം. ഇന്നൊന്ന് വേർപ്പ് വെള്ളം തട്ടി 5 കിലോ ചോറില്ലാതെ ഇങ്ങനെ ഒരു തൃശ്ശൂർ പൂരം കാണാൻ അങ്ങ് വന്നോ. അടുത്ത പോലെ അങ്ങ് വരില്ല, അതാണ് ഉറപ്പ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമേനെ പരിശോധിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടിവരും. നമ്മൾ പകലായതുകൊണ്ട് ആ മിട്ടുകളുടെ ഒക്കെ ഒരു ഭംഗി നഷ്ടമായിട്ടുണ്ട് നമുക്ക്. രാത്രി മുതൽ വെടിക്കെട്ടിനായി കാത്തിരുന്നവർക്ക് വലിയ നിരാശ സ്വാഭാവികം. ചിലർ രോഷത്തോടെ പ്രതികരിച്ചു. ജനങ്ങൾ നമ്മളൊക്കെ റിട്ടേൺ ടിക്കറ്റ് വരെ എടുത്തിട്ട് വന്നിട്ടുള്ള ട്രെയിന് പോയി ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി തൊട്ട് 10 മണി തൊട്ട് കാത്തു നിൽക്കാൻ തുടങ്ങിയത്. ഇതൊരു ശരിക്ക് ഇത് രാത്രി പൊട്ടിക്കേണ്ട സാധനമല്ല. ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ടല്ലേ ഇപ്പോൾ ഇത്രയും കാലം നിന്നത്. കെട്ടിടത്തിന് മുകളിലും റോഡിലും മാനത്തെ വിസ്മയം കാണാൻ കാത്തിരുന്നവർക്ക് ശബ്ദം കൊണ്ട് മാത്രം വെടിക്കെട്ട് ആസ്വദിക്കേണ്ടി വന്നു. പുലർച്ചെ 1 മണിക്ക് വന്നുള്ള ഇത് രാത്രി പൊട്ടുന്ന സംഭവം ഈ വെളിച്ചത്ത് പൊട്ടിയ വല്ല ഭംഗി ഉണ്ടാവുമോ? അതിൻ്റെ ഒരു അഴക് പൊട്ടണ്ടേ? ഭംഗിയില്ല, എന്നാലും സൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു മാത്രം. വെടിക്കെട്ടിൽ മാനത്തൊരു കുടമാറ്റം ഒരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞിരുന്നു. പക്ഷേ പകൽ വെടിക്കെട്ടിൽ മാനത്തെ കുടമാറ്റം മാഞ്ഞുപോയി. ഇതൊന്നും കാണാൻ ഭംഗി കാണാൻ പറ്റില്ല, കളറൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു 10 തൊട്ട് ഇതിന് മേലെ നിൽക്കുന്നതാണ്. രാത്രിയായിരുന്നെങ്കിൽ കളർഫുള്ളായിരുന്നു. ആദ്യം തിരികൊളുത്തിയത് പാറമേക്കാവായിരുന്നു. പതിയെ തുടങ്ങി കലാശത്തിലെത്തിയപ്പോൾ കാതടിപ്പിക്കുന്ന ശബ്ദം. തിരുവമ്പാടിയും ശബ്ദത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. ഉച്ചയോടെ ഭഗവതിമാർ മുഖാമുഖമെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി പൂരനഗരി ഈ വർഷത്തേക്ക് വിട പറഞ്ഞു. ഇനി കണ്ണിൽ എണ്ണയൊഴിച്ചുള്ള കാത്തിരിപ്പാണ് 2025 മെയ് 6 മാതൃഭൂമി ന്യൂസ്, തൃശൂർ.